ഹായ്, ഇന്ന് കാസർഗോഡാണ് അവർക്ക്. രാവിലെ തന്നെ റെയിൽവേന്ന് ബസ്സും എടുത്ത് നേരെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലേക്ക്. ഫുഡ് കഴിക്കാൻ നിന്നില്ല, നേരെ പാഴ്സലും മേടിച്ച് ബസ്സിൽ കയറി നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോയി. എന്നത്തെയും പോലെ തന്നെ ഓട്ടോയും പിടിക്കണം അവിടെ നിന്ന് നേരെ ഓട്ടോയും പിടിച്ച് നേരെ നമ്മുടെ സ്ഥലത്തേക്ക്. ഏകദേശം ഒരു 8 മണിയായി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കേട്ടോ. രാവിലെ അധികം വെയിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാനും പറ്റി എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ സമയമൊന്നും ഉണ്ടാകില്ല, നല്ല വെയിലുമാണ്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ കാസർഗോഡിൻ്റെ കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ എത്തിയെന്നേ ഉള്ളൂ, പക്ഷേ ഈവനിങ് വർക്ക് സ്റ്റാർട്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അധികം വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചു. ഫംഗ്ഷൻ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ ചെന്നപ്പോൾ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കിടന്നുറങ്ങി. നല്ല ചൂടുമുണ്ട്. ഏകദേശം 4-5 മണിയായി. നമ്മുടെ ഫംഗ്ഷനൊക്കെ തുടങ്ങി. ബ്രൈഡിങ് റൂം എൻട്രി, നിക്കാഹ് കഴിഞ്ഞായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഫംഗ്ഷൻ ആരംഭിച്ചിരുന്നു കേട്ടോ. സ്റ്റേജിൽ പറഞ്ഞ പോലെ ഇന്ന് ബോയ്സാണ് നിൽക്കുന്നത്. നമുക്ക് ഗേൾസിനെ വേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്ന് അവിടെ. നമ്മൾ ഗേൾസ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി. ഇന്നത്തെ ഇവൻറ്റ് നമ്മുടെ വന്നിട്ട് ഫ്ലോറൽ ഇവൻറ്റ് കാസർഗോഡായിരുന്നേ. എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വർക്കെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ട്രെയിൻ കയറി നമ്മുടെ നാട്ടിലേക്കാണ്. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു മലയാളിയല്ല, ആൾ നല്ല സുഖമായിട്ട് നിലത്ത് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് പട്ടിഷോയി കൂടെയുള്ള കുട്ടികളാണ്. ഏകദേശം 1-2 മണിയായപ്പോൾ എൻ്റെ നാടെത്തി കേട്ടോ. ഞാൻ ട്രെയിനിൽ ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് KSRTCയിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് എൻ്റെ ബസ്സേ. അപ്പോൾ ശരി, നാളെ കാണാം.